ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആ നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ട ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശം ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നോക്കണം, ഇവിടെ അപ്പൻ മക്കൾ എന്നൊരു ബന്ധത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. എന്നിട്ട് പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല. അപ്പോൾ ഏതാത്മാവുണ്ട്? പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന സ്പിരിറ്റ്. ആത്മാവ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പഠിച്ചാൽ ഒരുപാട് ആത്മാക്കളുണ്ട്. ദൂതന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഇനി ദുരാത്മാവ്, ഭൂതാത്മാവ്, അശുദ്ധാത്മാവ്, മനുഷ്യാത്മാവ്. ഇവിടെ വാക്യം കാണുന്നത് ദാസ്യത്തിന്റെ ആത്മാവ്. കണ്ടോ എത്ര ആത്മാവാ! ഇതിലേതാ നമ്മിൽ വ്യാപരിക്കുന്നതെന്ന് നമ്മുടെ സ്വഭാവം കൊണ്ടൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഞാൻ ആ വിഷയത്തോട് കടക്കുന്നില്ല, വേറൊരു ടോപ്പിക്കാ. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോൾ, ഈ ശക്തനായവൻ വസിക്കുമ്പോൾ, അതെങ്ങനെയാണ് നമ്മിൽ പരിവർത്തനം ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മിൽ അത് പ്രവർത്തിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അപ്പൻ മക്കൾ എന്നൊരു ബന്ധത്തിൽ, അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള ബന്ധത്തിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുകയാണ്, എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പകർന്നിരിക്കുന്ന ഒരു ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, എപ്പോഴും ദാസനായിരിക്കാൻ, വേലക്കാരനായിരിക്കാൻ ഉള്ള ഒരു ആത്മാവിനെ അല്ല ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ. പിതാവ് എന്താണോ പുത്രനോട് പറഞ്ഞിരിക്കുന്നത്, പിതാവ് എന്താണോ പുത്രനിലൂടെ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നമ്മിൽ വെളിപ്പെടും. അതിന് ഒരു സംശയം വേണ്ട. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, വിശ്വസിച്ചാൽ, നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ശിഷ്യന്മാരോട് പറഞ്ഞതാ, ഓർമ്മയുണ്ടോ? ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് പുത്രന്മാർക്ക് കൊടുക്കുന്ന അധികാരം. നമ്മുടെ സ്റ്റാൻഡ് മാറുകയാ, ലെവല് മാറുകയാ. ദാസനായിരുന്നു, പുറംപറമ്പിൽ കിടന്നവനായിരുന്നു, ജാതീയനായിരുന്നു, വേറെ എവിടേക്കോ നമ്മളായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ദൈവം നമ്മളെ ആ പുത്രത്വത്തിന്റെ പദവിയിലേക്ക്, മക്കൾ എന്ന പദവിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഈ ദിനങ്ങളിൽ ഒന്ന് ശക്തിപ്പെടുത്തുന്നെങ്കിൽ, ആമേൻ ആമേൻ. ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, അവർ ചേർത്ത് ഞാൻ പറഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തേക്ക് കടക്കാം. താഴോട്ട് വായിക്കുമ്പോൾ റോമലേഖനം 8:16-17 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഭാഗം ഇങ്ങനെയാണ്: നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ഇവിടെ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ
എബ്രായ ഭാഷയിൽ, ഇവിടെ നമ്മുടെ ഇന്ദുലേഖ സിസ്റ്റർ എബ്രായ ഭാഷ പഠിക്കുന്നുണ്ട്. ആ എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ഹുവോസ് എന്നൊരു പദമാണ്. ഹുവോസ്, മക്കൾ എന്ന പദത്തിൽ ഹുവോസ് എന്ന വാക്കല്ല സാറിന് ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹുവോസ് എന്നൊരു പദമാണ് എബ്രായ ഭാഷയിൽ. അപ്പോൾ ആ പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പക്വതയുള്ള മക്കൾ. ആമേൻ. എങ്ങനെയാണ്? പക്വതയുള്ള മക്കൾ. ആരാ പക്വതയുള്ള മക്കൾ? അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ പക്വതയുള്ള മക്കൾ എന്ന പദമാണ് ഇവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പക്വതയുള്ള മക്കൾക്ക് എന്തുണ്ട്? ശിശു അല്ല, 5-10 വയസ്സ് പ്രായമുള്ള ആളല്ല. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കുഞ്ഞ് നമ്മുടെ അടുക്കൽ വന്നാൽ, 10 വയസ്സുള്ളവൻ വന്നാൽ നമ്മള് കാറുണ്ട്, അവന് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിലും നമ്മൾ താക്കോലെടുത്ത് അവന്റെ കൈ കൊടുക്കില്ല. കാരണം ഒന്നത് പോലീസ് പിടിക്കും, അവന് വേണ്ട പോലെ നിയന്ത്രിക്കാൻ അറിയത്തില്ല. കൊച്ചു കുട്ടിയാണ്, നമ്മൾ കത്തിയെടുത്ത് കൊടുക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ സാധാരണക്കാരായ ഒരു വ്യക്തി അല്ലെന്ന്. ദൈവം നിങ്ങളുടെ അകത്ത് നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ, അത് പ്രാർത്ഥിക്കാനാണെങ്കിലും പ്രസംഗിക്കാനാണെങ്കിലും രക്ഷാദൂത് അറിയിക്കാനാണെങ്കിലും ദൈവിക സന്ദേശം കൈമാറാനാണെങ്കിലും ആ പുത്രന് കൊടുത്തിരിക്കുന്ന അതേ അധികാരം എന്റെ നിങ്ങളുടെ ആമേ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പക്വതയുള്ള മക്കളായി, ആമേൻ, ദൈവത്തിന്റെ പക്വതയുള്ള മകനായി, ദൈവത്തിന്റെ പക്വതയുള്ള മകളായി ദൈവം തീർത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചില അധികാരങ്ങളെ പ്രാക്ടീസ് ചെയ്യുവാൻ, ചില അധികാരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുവാൻ, ചില അധികാരങ്ങളെ ആമേൻ നിങ്ങളുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധിയെ, പ്രശ്നങ്ങളെ മറികടക്കുവാനുള്ള ദൈവിക അധികാരം നിങ്ങളുടെ മേൽ പകർന്നാണ് ദൈവം നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്നത്. ആമേൻ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചില അധികാരങ്ങൾ കൈമാറ്റം ചെയ്യുവാനാ. അതുകൊണ്ട് ആ അധികാരമുള്ള പക്വതയുള്ള മക്കളായി തീർന്ന നമ്മൾ എന്തു ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. ലോകപ്രകാരം ജഡപ്രകാരം മനുഷ്യൻ ജനിക്കുന്നത് പോലെ ആമേൻ അല്ല എങ്കിലും നമ്മൾ ആമേൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് മൂലം ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയം മുതൽ നാം ദൈവത്തിൽ ജനിച്ചിരിക്കുകയാണ്. ആ ജനിച്ചവൻ ദൈവത്തിന്റെ സ്വഭാവ പ്രകടമാക്കും. നാം ദൈവത്തിൽ നിന്ന് ജനിച്ച അതേ സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവം കൂടെ വന്നിരിക്കുകയാണ്. അത് ലോകത്തിന്റെ ശക്തിയേക്കാൾ, ലോകത്തിൻ്റെതാകുന്ന അധികാരത്തെക്കാൾ പവറുള്ള ദൈവിക അധികാരത്തിന്റെ ശുശ്രൂഷയെ നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്നത്. ആ ശുശ്രൂഷ നമ്മുടെ മേൽ തന്നിരിക്കുമ്പോൾ അത് ലോകപ്രകാരം ഒരു മകൻ എന്ന നിലയിൽ മാത്രമല്ല, പുത്രത്വത്തിന്റെ ഒരു ആത്മാവ് കൂടെ നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. ഈ ആത്മാവ് നമ്മുടെ അകത്ത് വെച്ചിരിക്കുമ്പോൾ, ഈ ആത്മാവ് നമ്മുടെ അകത്ത് പ്രവേശിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയണം. നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത് അവൻ ദൈവത്തിന്റെ പക്വതയുള്ള മകനായ, പക്വതയുള്ള മകളായി. ഇത് അവൻ വ്യാപാരം ചെയ്യുവാൻ, ഇത് ദൈവത്തിൽ നിന്ന് അവൻ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക ശുശ്രൂഷയാണ്. ഇനി അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ ശുശ്രൂഷ കൈകാര്യം ചെയ്യണ്ടേ, ഇത് ഉപയോഗിക്കണ്ടേ? എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാന് ആമേൻ അന്യഭാഷയിലും പ്രാർത്ഥിക്കും, ജ്ഞാനത്തിലും പ്രാർത്ഥിക്കും, അല്ലേ? അന്യഭാഷയിലും പ്രാർത്ഥിക്കും. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആത്മാവിലാ. പൗലോസിന്റെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ എങ്ങനെയാ? ആത്മാവിലാ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ അല്പം കട്ടിയായ ഒരു വിഷയമാണ്, എന്നാലും ഇത് പ്രസംഗിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആഴങ്ങൾ മനസ്സിലാകുമ്പോൾ ഇത്രയും വലിയൊരു വെളിപ്പാടിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം അപ്പോസ്തലനായ പൗലോസിനെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയത്ത്
അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യവും അതിനൊരു ആൻസറും എങ്ങനെയാണ്? ദൈവ ശബ്ദം നേരിട്ട് കേൾക്കുന്ന ആ സമയം എങ്ങനെയാണ്? പൗലോസിനോട് പറയുകയാണ്, പൗലോസേ നിനക്ക് എന്നെ മനസ്സിലായോ എന്നൊന്നല്ല ചോദിക്കുന്നേ. പൗലോസ് ഡെമസ്കോസിൽ വെച്ച് വീണ അതേ സമയത്ത് ചാടി എഴുന്നേറ്റ് ചോദിച്ച ഒറ്റ ചോദ്യം ഇതാണ്, നീ ആരാണ് കർത്താവേ? അപ്പോൾ തന്നെ മറുപടി അവിടെ വന്നു. ആ വന്ന മറുപടി എങ്ങനെയാണ്? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. ആമേൻ. അപ്പോൾ ഇന്ന് രാത്രി ആ രണ്ട് ചോദ്യത്തിന്റെ മറുപടിയും കേട്ട ഉടനെ അടുത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണം. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് അതുപോലെ ഒരു ശബ്ദം തന്റെ കാതിൽ കേട്ടതായിട്ട് പറയുന്നില്ല. പിന്നെ എങ്ങനെ ഈ 14 ലേഖനങ്ങൾ എഴുതിയത്? പിന്നെ എങ്ങനെ ഈ 14 ദൈവിക ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ചത്? പറയാം. പിന്നീട് ദൈവം ഏൽപ്പിച്ച ഈ ദൗത്യം, ഈ ശുശ്രൂഷ, തന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഉണ്ടല്ലോ, ക്രിസ്തു അവന്റെ ഉള്ളിൽ വന്നു, പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വന്നു, ദൈവശക്തി അവന്റെ ഉള്ളിൽ വന്നു, ദൈവ സാന്നിധ്യം പൗലോസിന്മേൽ ഇറങ്ങി. ആ സമയത്ത് പൗലോസിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഈ ആത്മാവ്, പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അധികം സംസാരിക്കുന്നത് ആത്മാവിൽ, അധികം പ്രാർത്ഥിക്കുന്നത് ആത്മാവില, എന്നാൽ ബുദ്ധി കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പൊതുസമൂഹത്തിന് മുൻപിൽ വരുമ്പോൾ ബുദ്ധി കൊണ്ട് 2 വാക്ക് പറയാറുണ്ട്, ബുദ്ധി കൊണ്ട് 2 വാക്ക് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ അവൻ ബാക്കിയുള്ള സമയം മുഴുവൻ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവൻ ഇടതടവില്ലാതെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആത്മീക വർധനവുണ്ടാകുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കണമെങ്കിൽ അവന്റെ അകത്ത് പരിശുദ്ധാത്മാവിൽ, അന്യഭാഷകളിൽ, ആത്മാവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില പവർ അവന്റെ അകത്ത് പ്രവേശിക്കുക, അധികാരങ്ങൾ അകത്ത് പ്രവേശിക്കുക. അതിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വെളിപ്പാടുകൾ നിന്റെ അകത്തളകളിൽ ദൈവാത്മാവ് തരാൻ പോകുക. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ അതിനെ കണക്ട് ചെയ്ത് പറയാനുണ്ട്. പൗലോസ് അതിശക്തമായി അന്യഭാഷയിൽ ശുശ്രൂഷിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, ആമേൻ, ചരിത്രം കണ്ടിട്ടില്ലാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകൾ പ്രാപിക്കാനിടയായി. പുതിയ നിയമസഭയ്ക്ക് വ്യക്തമായ ദൈവിക നിർദ്ദേശങ്ങൾ കൊടുക്കാനിടയായി. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ കർത്താവിന്റെ തിരുമേശയെ ആരെടുക്കണം, ആര് കഴിക്കണമെന്ന് വ്യക്തമായ വെളിപ്പാട് പൗലോസിനുണ്ടായി. അന്യഭാഷയിൽ സംസാരിക്കുന്നതിന്റെ അവൻ ഏറ്റവും അത്യുത്തമമായ പ്രാധാന്യം എന്താണെന്ന് പൗലോസിന് മനസ്സിലായി. ആമേൻ. മരിച്ചവരും മരിച്ചിട്ട് ഉയർക്കുന്നവരും ഒരു നിത്യതയുണ്ടെന്നും നിത്യതയിൽ പോകണമെന്നുമുള്ള വെളിപ്പാട് പൗലോസിന് കിട്ടി. ആമേൻ. കർത്താവ് വീണ്ടും വരുമെന്നും അത് മേഘാരൂഢനായി വരുമെന്നുമുള്ള വെളിപ്പാട് പൗലോസിന് കിട്ടി. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ 2ാം വരവ് 2 വിധത്തിലാണെന്ന് വ്യക്തമായി പൗലോസിന് മനസ്സിലാക്കുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രി ഈ രക്ഷാദൂത് ഞാനിവിടെ കൈമാറുമ്പോൾ, ദൈവത്തിന്റെ വചനം ഇവിടെ കൈമാറുമ്പോൾ, ഈ ഡിവിഷനിൽ ഇരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ, നിങ്ങളുടെ അകത്ത് അത് വർദ്ധിച്ചു വരുമ്പോൾ, അകത്തെ മനുഷ്യൻ അത് ശക്തമായി വെളിപ്പെട്ടു വരുമ്പോൾ, ചരിത്രം കണ്ടിട്ടില്ലാത്ത ആത്മീക നിയോഗത്തോടെ ഇന്ന് രാത്രി ഒരു പുതു മനുഷ്യനായി നിങ്ങൾ തീരുമ്പോൾ, നിങ്ങളുടെ മുൻപിലെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ, നിങ്ങളുടെ മുൻപിലെ പ്രതിസന്ധികളെ മറികടക്കുവാൻ, എത്ര ശക്തമായി ശത്രു പോരാടിയാലും അതിനെ ജയിക്കുവാനുള്ള അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയും, ആ ദൈവിക ശക്തി ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുക. അതുകൊണ്ട് 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, റോമാലേഖനം 8:28, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് നിങ്ങൾ
റോമാലേഖനം 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നോക്കണേ, അവിടെ ആ കണക്ഷൻ വേർഡ് പോകുന്നത് എങ്ങോട്ടാന്ന് മനസ്സിലായോ? ഈ അകത്തെ മനുഷ്യൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ, അകത്തെ മനുഷ്യന് ആത്മീക വർധനവുണ്ടാകിയപ്പോ, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ ചേർന്ന് കണക്റ്റ് ആയപ്പോൾ, ആ ബന്ധം അവിടെ സ്ഥാപിച്ചപ്പോൾ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവൻ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ലാതായി തീർന്നു. പ്രതിസന്ധികൾ ഒരു പ്രതിസന്ധി അല്ലാതായി തീർന്നു. ആമേൻ. എത്ര ശക്തമായ ശത്രു പോരാടിയാലും ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ ആ പ്രതികൂലങ്ങളെ ജയിക്കുവാൻ ഉള്ള ഒരു ദൈവിക നിയോഗം അതിനകത്ത് വ്യാപരിക്കും. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവിക സന്ദേശം ഞാനിവിടെ കൈമാറുമ്പോൾ ഒരു കാര്യം പറയട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് വരുന്ന പ്രതിസന്ധികളെ അത് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകം ഉണ്ടല്ലോ, ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകം, ദൈവം നമ്മെ വിളിച്ച വിളിയുണ്ടല്ലോ, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പുണ്ടല്ലോ, ദൈവിക ശുശ്രൂഷയുണ്ടല്ലോ, അതിനെ തോൽപ്പിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതിന് തെളിവാണ് 1 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 15-ാം അധ്യായം മുതൽ നമ്മൾ മുൻപോട്ട് കടന്നു വരുമ്പോൾ ദാവീദിന്റെ ഒരു ചരിത്രം അവിടെ പറയുന്നുണ്ട്. ഈശായുടെ കുറ്റിയിൽ നിന്ന് പിറന്നവൻ ദാവീദ്. ദാവീദിന്റെ ജീവിതത്തിന്റെ അകത്ത് ദാവീദ് അനുഭവിച്ച പ്രതിസന്ധികൾ, താൻ ബാലനായിരുന്നപ്പോൾ അവനെ ആടിനെ മേയ്ക്കാൻ വിട്ടു. ആ കാലഘട്ടങ്ങളിൽ ദാവീദിന്റെ മേൽ അവൻ ദൈവത്തിന്റെ ഒരു വലിയ നിയോഗം കിടപ്പുണ്ടായിരുന്നു. അവിടെ സിംഹം വന്നു, അവിടെ കരടി വന്നു, കാട്ടുമൃഗങ്ങൾക്ക് അവൻ ദാവീദിനെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൻ മറന്നു, അമ്മ മറന്നു, സഹോദരങ്ങൾ മറന്നു. അങ്ങനെ ഒരു മകൻ ഉണ്ടെന്ന് പോലും അവർ ഓർക്കുന്നത് പോലുമില്ല. ആമേൻ. എന്നാൽ അവർ മറന്നപ്പോഴും പ്രവാചകൻ ചോദിക്കുക, ഇത്രയും മക്കളെ നിനക്കുള്ളോ? ഇത്രയും മക്കളെ നിനക്കുള്ളോ? ഇങ്ങനെ ഒരു മകൻ മാത്രമേ ഉള്ളൂ? ഇത്രയും മക്കളെ ഉള്ളോ? ഇത്രയും മക്കളുള്ളോ? ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് രാത്രിയിൽ നിന്റെ മേലൊരു നിയോഗം കിടപ്പുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിന്മേൽ ഒരു നിയോഗം കിടപ്പുണ്ടെങ്കിൽ, നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ ചോദിച്ചുകൊണ്ടേയിരിക്കും, പ്രവാചകൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, പ്രവാചകൻ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ദൈവം അയച്ച് ദൈവ നിയോഗപ്രകാരം, ദൈവാലോചന പ്രകാരം ദൈവത്തിന്റെ അഭിഷേകത്തെ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് അതിനകത്ത് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ശമൂവേൽ പ്രവാചകൻ ഇങ്ങനെ നടക്കുക, ദാവീദിനെ കിട്ടാതെ തൈലക്കൊമ്പെടുക്കാൻ ദൈവം പെർമിഷൻ കൊടുക്കുകയില്ല. ആമേൻ. അന്ന് ഈ തൈലക്കൊമ്പ് അതിനകത്തത് തൈലമൊക്കെ നിറച്ച് നല്ല ഭദ്രമായി കെട്ടിവെച്ചിരിക്കുക. ഇത് എടുത്ത് ഒഴിക്കണമെങ്കിൽ മുകളിൽ നിന്ന് ഓർഡർ വരണം. മുകളിൽ നിന്ന് ഓർഡർ വരണമെങ്കിൽ നിന്റെ തല അവിടെ ഉണ്ടായിരിക്കണം, നിയോഗിക്കപ്പെട്ടവന്റെ. ഇന്ന് രാത്രി നമ്മുടെയൊക്കെ ചിന്തയിൽ, ഇവിടെ ഇരിക്കുന്ന ഡിവിഷനിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ, എന്റെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ചിന്തകളിൽ, സഹോദരന്മാരാകട്ടെ സഹോദരിമാരാകട്ടെ, പ്രിയ അഭിഷക്തന്മാരെ, അഭിഷക്തദാസിമാരെ,
നിങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും ഒരിക്കലും ഈ ശുശ്രൂഷയ്ക്ക് വരുവാൻ, ഈ ദൈവിക പദ്ധതിയിലേക്ക് വരുവാൻ, ഈ ക്രിസ്തുവിലേക്ക് വരുവാൻ, ഈ രക്ഷയിലേക്ക് വരുവാൻ സാധ്യതയില്ലായിരുന്നു. ഇപ്പോഴും പുറകോട്ട് വലിക്കുന്ന, പുറകോട്ട് നടത്തുന്ന, ഇത് മതിയെന്ന് വെപ്പിക്കുന്ന, വേണ്ടെന്ന് വെപ്പിക്കുന്ന, നിർത്തിയേക്കാമെന്ന് ചിന്തിപ്പിക്കുന്ന, മുന്നോട്ട് പോകണ്ടെന്ന് ചിന്തിപ്പിക്കുന്ന എത്ര 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 പ്രതിസന്ധികൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ കിടക്കുന്ന നിയോഗത്തെ പ്രവാചകൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ചില അഭിഷക്തന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാ, നിങ്ങളെ കാത്തിരിക്കുകയാ. നിങ്ങളുടെ അകത്ത് ജനിച്ച ഒരുവനുണ്ട്, അത് ലോകത്തെ ജയിച്ച ജയമാ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തെ ജയിച്ചതാകിയാൽ നിങ്ങളെ മേൽ ദൈവം നിന്ന അഭിഷേകത്തോടെ അതിനെ പൈശാചിക ശക്തിയെ, പുറകോട്ട് വലിക്കുന്ന ശക്തിയെ നിർത്തിയേക്കാമെന്നുള്ള ചിന്തകളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ ഇന്ന് രാത്രി വെട്ടി മാറ്റി ഒരു പുത്തൻ വഴിയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ എന്റെ ദൈവ ശക്തരെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ ഹല്ലേലൂയ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ച് അവനെ എന്ത് ചെയ്തു? വിരുന്ന് വീട്ടിൽ കൊണ്ടുവന്ന ശമൂവേൽ അവനെ അഭിഷേകം ചെയ്തു. നിങ്ങൾ ചിന്തിക്കണം, ഒരു വീട്ടിൽ വിരുന്ന് നടക്കുമ്പോൾ അവിടുന്ന് വളരെ വിദൂരതയിൽ ആടിനെ മേയ്ക്കുന്ന ദാവീദ് ആ വിദൂരതയിൽ നിന്ന് അവനെ അവിടെ എത്തുന്നത് വരെ കാത്തിരിക്കണമെങ്കിൽ ഈ അഭിഷേകം വീഴാതെ, അഭിഷേകം വീണ്ടവൽ അത് ഒഴിക്കാതെ വിരുന്ന് വീട്ടിൽ വിരുന്ന് വിളമ്പാൻ പറ്റിയല്ല. അപ്പോൾ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ഒരു സമൂഹം മുഴുവൻ, ഒരു ജനത മുഴുവൻ, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ മുഴുവൻ ഈ ദാവീദ് വരുന്നത് വരെ കാത്തിരുന്നു എന്നുള്ളതാ. ഇന്ന് രാത്രി അഭിഷേകം ചെയ്യേണ്ടവൻ വരുന്നത് വരെ ലോകം കാത്തിരിക്കും, സമൂഹം കാത്തിരിക്കും. കാരണം നിന്റെ പേര് ഒരു അഭിഷേകം ദൈവം പകരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ പേരൊരു ദൈവിക നിയോഗം ദൈവം പകരാൻ പോകുകയാണ്. അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്നാൽ ഈ അഭിഷേകം ചെയ്യുന്ന, ഈ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന, ദൈവം തന്റെ മകനാക്കി തീർത്ത, എന്നെ ഹൃദയപ്രകാരമുള്ളവനെന്ന് വിളിച്ച ഈ ദാവീദിന് എവിടെയെല്ലാം അവോയ്ഡ്നെസ് ഉണ്ടായി, എവിടെയെല്ലാം അവനെ മാറ്റി നിർത്തി, എവിടെയെല്ലാം ദാവീദിനെ അവനെ ചേർത്ത് നിർത്തേണ്ടവർ പോലും ഒറ്റപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ വീട്ടുകാർ നിന്നെ മാറ്റി നിർത്തും. നമ്മുടെ മേലൊരു നിയോഗം ഉണ്ടെങ്കിൽ ചില സ്നേഹിതർ നമ്മെ മാറ്റി നിർത്തും. കുടുംബത്തിൽ നീ ഒറ്റപ്പെടുമെന്ന്, സമൂഹത്തിൽ ചിലപ്പോ നീ ഒറ്റപ്പെടും, ദേശത്ത് നീ ഏകാന്തത അനുഭവിക്കേണ്ടി വരും. പക്ഷേ അഭിഷേകമുള്ളവനെ തോൽപ്പിക്കാൻ കഴിയല, ഒറ്റപ്പെടുത്താൻ കഴിയും, മാറ്റി നിർത്താൻ കഴിയും, തോൽപ്പിക്കാൻ കഴിയില്ല. ആമേൻ. ഇത് കണ്ടില്ലേ, വീട്ടുകാരിവിടെ ആ വിരുന്നിന് അവനെ ക്ഷണിച്ചോ? അവസാനം പ്രവാചകൻ പറഞ്ഞ അഭിഷേകം ചെയ്യേണ്ട അവനെ എവിടെ കൊണ്ടുവരാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു മോനൂടി ഉണ്ട് കേട്ടോ, എനിക്ക് അപ്പൻ അങ്ങനെ ഓർത്തെടുക്കുന്നത്, എനിക്ക് ഒരു മോനും കൂടെ. സ്തോത്രം. ഹല്ലേലൂയ. ആരെല്ലാം മറന്നാലും മറക്കാത്ത കർത്താവ്, നിന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയാലും ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. പക്ഷെ ദാവീദിന് സ്വഭാവം ഉണ്ടായിരുന്നു, അവൻ കിട്ടുന്ന സമയം മുഴുവൻ കിന്നരം വായിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുമായിരുന്നു. ലഭിക്കുന്ന സമയങ്ങൾ മുഴുവൻ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുമായിരുന്നു. ഇന്ന് രാത്രി നീ മഹത്വം കൊടുക്കാൻ തുടങ്ങിയാൽ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ, അവൻ ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ പദ്ധതി അതങ്ങനെ തന്നെ നിന്നിൽ നിറവേറുവാനിടയാകും. ആമേൻ. ദാവീദ് അവിടെ അവോയ്ഡ്നെസ്, ഒഴിവാക്കൽ അനുഭവിക്കുക.
ഈ അഭിഷേകം വീണിട്ടും ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി അഭിഷേകം ചെയ്തിട്ടും ദാവീദിനെ വീണ്ടും കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു, ആടിനെ മേയ്ക്കാൻ പറഞ്ഞു വിട്ടു. നമ്മുടെ വീട്ടിൽ അങ്ങനെ കാണുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞിനെ, ഒരു പദവി പോട്ടെ, നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ മോനെ, നമ്മുടെ കുഞ്ഞിനെ മുഖ്യമന്ത്രി എന്തെങ്കിലും പാരിതോഷം കൊടുത്തൊന്ന് പദവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവനെ എടുത്തോണ്ട് നടക്കൂല്ലേ? പിന്നെ അവനെ നമ്മൾ എങ്ങനെയാ കൊണ്ട് നടക്കുക? 4 പേരുടെ മുമ്പിൽ അണിയിച്ചൊരുക്കി, ഇവൻ പഴയ ആളല്ല, ഇവനെ മുഖ്യമന്ത്രി നേരിട്ട് വന്ന്, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഇവന് ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ചില അനുമതികൾ അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൗഢിയോടെ ദാവീദിന് പ്രവാചകൻ വന്ന് അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്തേക്കുന്ന, പക്ഷേ അവനെ വീണ്ടും കാട്ടിലേക്ക് വിട്ടേക്കുക. പോയി ആടിനെ നോക്കണം, പോയി ആടിനെ നോക്കാൻ. അവൻ ദാവീദിന്റെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ, സ്തോത്രം, അത് സന്തോഷത്തോടെ അവൻ ഏറ്റെടുത്തു. ആ തിരസ്കരണം സന്തോഷത്തോടെ ഏറ്റെടുത്തു. അവിടെ കൊണ്ട് കഴിയുന്നില്ല കേട്ടോ. ഞാൻ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വരാം. അപ്പൻ വിളിച്ച് യുദ്ധക്കളത്തിലായിരിക്കുന്ന സഹോദരന്മാർക്ക് ഭക്ഷണവുമായി ദാവീദിനെ പറഞ്ഞു വിട്ടപ്പോൾ അവിടെ ചേട്ടന്മാര് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എടാ, അപ്പന്റെ ആടുകളെ നീ വിട്ടിട്ട് നീ യുദ്ധം കാണാൻ വന്നിരിക്കുക. ആഹാ, കഴിഞ്ഞ 10-40 ദിവസമായിട്ട് ഇവന്മാര് വീട്ടിലും വരാതെ ഈ ഫെലിസ്ത്യന്റെ വെല്ലുവിളിയും കേട്ട്, ഗോലിയാത്തിന്റെ വെല്ലുവിളിയും കേട്ട് അവിടെ ഇരിക്കുക. വെറുതെ ശാപ്പാടടിച്ചവിടെ കിടക്കുക. ചിലടത്ത് കണ്ടതില്ലേ, പാളയടിച്ച് കിടക്കുന്ന പോലെ ചിലർ ശാപ്പാടടിച്ച് അങ്ങനെ കിടക്കും, ഒരു പ്രയോജനവും ഇല്ല. ആയോധന കലയിൽ അഭ്യാസം പഠിച്ചവരാ, ആരോഗ്യമുണ്ട്, പൊക്കമുണ്ട്, വണ്ണമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഒരു പ്രയോജനവുമില്ല. പ്രിയമുള്ളവരെ, കാഴ്ചയ്ക്ക് പ്രയോജനമുണ്ടെന്ന് നമുക്ക് തോന്നിയാലും, കാഴ്ചയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പ്രയോജനമുള്ളവരാണെന്ന് മനുഷ്യന് തോന്നിയാലും, ഒരു പ്രയോജനമില്ലാതെ കിടക്കുന്ന അനേകരുള്ളപ്പോൾ, ഒരു സാധ്യതയുമില്ലാത്ത, ഒരവസരവുമില്ലാത്ത, അനവധി കുറവുകളുള്ള, പോരായ്മകളുള്ള എന്നെ നിങ്ങളും ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ. ദൈവം നമ്മളെ മക്കളാക്കി തീർത്തത് കൊണ്ടാണ്. പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. ആമേൻ. അവിടെ ചേട്ടന്മാര് പറയുന്ന വാക്കുകളൊക്കെ കേട്ടാൽ നമ്മൾ സങ്കടപ്പെട്ടു പോകും. ഞാൻ വായിപ്പിക്കുന്നില്ല ഒന്നെടുത്ത്, നിങ്ങൾ വായിച്ചു നോക്കണം. 16-ാം അധ്യായം, 17-ാം അധ്യായം, 24-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ, സ്തോത്രം, അതുപോലെയുള്ള പ്രതിസന്ധിക്കകത്ത് നിൽക്കുകയും 14-ാം അധ്യായത്തിൽ അവൻ ഗോലിയാത്തുമായി സംസാരിക്കുകയാണ്, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ. അങ്ങനെ മുൻപോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. ചേട്ടന്മാർ അവോയ്ഡ് ചെയ്തു. ഇനി ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ യുദ്ധത്തിന് പോകാം, ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ശൗലിന്റെ മുൻപിൽ വരുമ്പോഴോ, ശൗലിന്റെ മുന്നിൽ വന്നപ്പോൾ, ശൗലിന് സാധാരണയായി ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ദാവീദ് ബാലനായതുകൊണ്ട്, കൊച്ചു പയ്യനല്ലേ, അതുകൊണ്ട് ശൗലിന്റെ പടച്ചട്ട അവന് ചേരത്തില്ല. പക്ഷേ ശൗല് തോൾ മുതൽ പൊക്കമുള്ളവൻ എന്ന് പറഞ്ഞാൽ, യഹൂദ വംശത്തിൽ എത്ര പൊക്കമുള്ള ആളുകളുണ്ടോ അവരെക്കാൾ ഒരു പടി കൂടെ മുന്നോട്ട് നിൽക്കുന്നവനാണ് ആര്? ശൗല് അല്ലേ? ഇവരെല്ലാവരെക്കാളും പൊക്കമുള്ളവനാണ് ശൗല്. കറക്റ്റാണ്. എന്നാൽ ഈ ശൗലിന്റെ കാഴ്ചപ്പാടിൽ ദാവീദിനെ നോക്കിയപ്പോൾ അത്രയും പൊക്കമില്ലെങ്കിലും ശൗലിന്റെ പടച്ചട്ട അണിയാൻ മാത്രം ശരീരമുള്ളവനാണെന്ന് തോന്നിയില്ലേ? തോന്നിയോ? അപ്പൊ ദാവീദ് ചെറിയ കുട്ടിയൊന്നുമല്ല കേട്ടോ, നമ്മൾ ചിന്തിക്കുന്ന പോലെ കൊച്ചു കുട്ടിയൊന്നും അല്ലായിരുന്നു, തീരെ ചെറിയ കുട്ടിയൊന്നുമല്ല.
10-12 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കും. അത്രയൊന്നുമല്ല. മാത്രമല്ല അവന്റെ പ്രായത്തെക്കാൾ ചിലപ്പോൾ അല്പ ശരീര വളർച്ചയൊക്കെ ഉള്ളവനാ. അതുകൊണ്ടല്ലേ ശൗലിന്റെ നോട്ടത്തിൽ ശൗലിന്റെ പടച്ചട്ട, നമ്മളാണെങ്കിൽ നമ്മുടെ ഉടുപ്പ് നമ്മുടെ കൊച്ചുങ്ങൾക്ക് എടുത്ത് നമ്മൾ കൊടുക്കും ഇടാൻ. അവനതിട്ടാ പിന്നെ വേറൊരു ഡ്രസ്സ് ഇടേണ്ട ആവശ്യമില്ല അല്ലേ? സാരി പോലെ നൈറ്റി പോലെ കിടക്കും. അപ്പോൾ ഇന്ന് രാത്രി നോക്കട്ടെ, ശൗലിന്റെ കാഴ്ചപ്പാടിൽ ദാവീദിന് ആ പടച്ചട്ട ഇടാം. കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഒപ്പിക്കാം. അപ്പൊ ദാവീദ് അത്യാവശ്യം വലിപ്പവും പൊക്കവും മണ്ണൊക്കെ ഉള്ളവനായിരുന്നു, തീരെ ചെറുപ്പമല്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ചേട്ടന്മാര് പുറമേ നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞവരാണ്, പക്ഷെ ഒരു യൂസ്ഫുള്ളും അല്ലായിരുന്നു. ദാവീദിനെ ശൗൽ നോക്കിയപ്പോൾ ദാവീദിന് ശൗലിന്റെ പടച്ചട്ട അണിയാൻ കൊള്ളാവുന്നവനാണെന്ന് തോന്നി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ദാവീദ് പറഞ്ഞു, എനിക്ക് ഈ പടച്ചട്ട വേണ്ട. ആമേൻ. കാരണം അനുസരണം കെട്ടവന്റെ പടച്ചട്ട വേണ്ട. ദൈവത്തെ അനുസരിക്കാത്തവന്റെ പടച്ചട്ട എനിക്ക്. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് ദൂത് കൈമാറട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കളാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് പിറന്ന ദൈവമക്കളാണെങ്കിൽ, അവൻ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്തെടുക്കുവാൻ കഴിയുന്ന ആമേൻ ദൈവിക അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. പുറമേ നോക്കുന്ന ആളുകൾ നോക്കുന്നത് പോലെയല്ല, നിങ്ങളുടെ അകത്ത പരിശുദ്ധാത്മാവ് ആമേൻ അത് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ, ആ അന്യഭാഷകൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ ദൈവിക സന്ദേശത്തിനകത്ത് തന്നെ ദൈവിക ദൂത് ഞാൻ ഇവിടെ കൈമാറുകയാ. ആമേൻ. ലോകം നിങ്ങളെ കാണുന്നത് പോലെയല്ല, ലോകത്തിന്റെ കാഴ്ചപ്പാട് പോലെയല്ല. നമ്മളും പലരെ നോക്കുമ്പോഴും അവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് ഞാൻ കൊള്ളാത്തവനെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്തെടുക്കുവാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തും ജീവിതത്തിനകത്തും സമൂഹത്തിനകത്തും ആ ദൈവിക നിയോഗങ്ങൾ ആമേ ചെയ്തെടുക്കുവാനുള്ള ദൈവിക അധികാരം ദൈവം നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ട്. ഈ ഓൺലൈനിലൂടെ ആമേ യൂട്യൂബിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് കൈമാറട്ടെ. ആരെല്ലാം നിങ്ങളെ അവോയ്ഡ് ചെയ്താലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും, ആരെല്ലാം കളിയാക്കിയാലും, നിങ്ങളെ വിളിച്ച ദൈവമുണ്ട്. അവൻ വിശ്വസ്തനാത്രേ. യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രാത്രി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവ് വിളിച്ചു പറയുന്നുണ്ട് ദൈവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. യെശയ്യാവ് 45:21 ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ നീതിമാനായ ദൈവമാണ്. ഹല്ലേലൂയ. യെശയ്യാവ് 37:4 കാണുന്നുണ്ട്, അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ സ്തോത്രം. യെശയ്യാവ് 11:2 കാണുന്നു, അവൻ ശക്തനായ ദൈവമാണ്. അവൻ ശക്തിയുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നേ, നീതിമാനായ ദൈവത്തെ ആരാധിക്കുന്നേ, ജീവനുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നേ. 5-ാം അധ്യായം 22-ാം വാക്യം യെശയ്യാവ്, അവൻ കോപിക്കുന്ന ദൈവമാണ്. ആമേൻ. എപ്പോഴും ചിരിച്ച് നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ദൈവം മാത്രമല്ല, തെറ്റ് കണ്ടാൽ, പാപം കണ്ടാൽ, അനീതി കണ്ടാൽ അവൻ കോപിക്കുന്ന ദൈവം കൂടിയാണ്. അവൻ നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവം വികാര വിചാരങ്ങളുള്ള അവൻ നമ്മെ ശക്തിയോടെ മുൻപോട്ട് നയിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ചിന്തകളിൽ, മനോഭാവങ്ങളിൽ ആ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ മുൻപിലെ പ്രതിസന്ധികളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്റെ വിഷയം എത്ര വലുതാകട്ടെ അതിനെ ആമേൻ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ. അടുത്ത് പറയുകയാണ് 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ യെശയ്യാവ്, അവൻ ജ്ഞാനമുള്ള ദൈവമാ, സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവമാ. സ്തോത്രം. 5:16 യെശയ്യാവ് പറയുന്നു, അവൻ വിശുദ്ധിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗുണങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. 49:7 യെശയ്യാവ്, അവൻ മഹത്വവാനായ ദൈവമാണ്. 33-ാം അധ്യായം 1-22 വാക്യങ്ങൾ,
ഹല്ലേലൂയ. ന്യായാധിപതിയായ ദൈവം. ഹല്ലേലൂയ. ഇതെല്ലാം വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യഹോവ നമ്മുടെ ന്യായാധിപതി, യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്. അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. യെശയ്യാ 33:22 വാക്യം. ഹല്ലേലൂയ. യെശയ്യാ 33:22. യെശയ്യാ 33:22. യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്, അവൻ നമ്മെ രക്ഷിക്കും. ആമേൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് പറയുമ്പോൾ, പക്വതയുള്ള ദൈവമക്കളായി നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ, പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ, ആ ആത്മാവ് ഏതാണെന്നും കൂടെ അറിയണം. അതിന്റെ ഗുണവിശേഷങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ആ യഹോവയ ദൈവം നമ്മുടെ ന്യായാധിപൻ, ആ ദൈവം നമ്മുടെ ന്യായദാതാവ്, ആ ദൈവം നമ്മുടെ രാജാവ്. സ്തോത്രം. ഭയപ്പെടുവാൻ യോഗ്യനായ ഒരു ദൈവം. ഇത്ര ശക്തനായ ദൈവത്തിന് എങ്ങനെ നമ്മുടെ ഉള്ളിൽ വരാൻ പറ്റും? എനിക്ക് അതോർത്തിട്ടാണ് ഭയങ്കര സങ്കടം, എനിക്ക് ആശ്ചര്യം, എനിക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ, അതാണ് ലോകത്തിലെ ഒരു അധികാരിക്ക് അങ്ങനെ വരാൻ പറ്റില്ല, ലോകത്തിലെ ഒരു നേതാവിന് വരാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്, ലോകരാഷ്ട്ര മത നേതാക്കന്മാർക്ക് അധികാരത്തിൽ നിന്നും താഴോട്ടിറങ്ങാൻ എന്തോ പ്രശ്നമാ അല്ലേ? ഇന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഒത്തിരി വാർത്തകൾ കണ്ടില്ലേ? അധികാരം 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 അധികാര മോഹങ്ങൾ, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, എന്നാൽ ഈ ലോകത്തിന്റെ അധികാരത്തെക്കാൾ, ലോകത്തിന്റെ ശക്തിയേക്കാൾ, ലോകത്തിന്റെ ആയ ബന്ധങ്ങളെക്കാൾ മുകളിൽ വസിക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. ഒരു അധികാരസ്ഥൻ നമ്മുടെ കൂടെയുണ്ട്.